സമാധിയിൽ സത്യം അറിയേണ്ടത് നിർബന്ധമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ നാട്ടിൽ വിശ്വാസവും അന്ധവിശ്വാസവും എന്താണെന്ന് സർക്കാരും എന്താ പറയുക എല്ലാ സംവിധാനങ്ങളും ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏക അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വർഷങ്ങളായി എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ TV തുടങ്ങിയ കാലത്ത് കാണാത്ത കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TVയിൽ. അന്ന് ഇത് 10 വർഷം മുന്നെയാണ്, 10-11 വർഷം മുന്നെയാണ്. ആ കാലയളവിൽ തുടങ്ങി എത്രയോ വാർത്തകളാണ് ഡെയിലി വന്നുകൊണ്ടിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ കാണാത്ത കേരളം ചെയ്യുന്ന സമയത്ത് ഓരോ എപ്പിസോഡ് പോകുമ്പോഴും വിചിത്രമായ ആചാരങ്ങളും വിചിത്രമായ അതിനൊക്കെ ഒരു സ്വാമിമാരോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട പണം ഉണ്ടാക്കുക ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന പരിപാടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വിശ്വാസം എന്നുള്ള നിലയ്ക്ക് അതൊന്നും പോയിട്ടാണ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്താണ് വിശ്വാസം, നമ്മളിപ്പോൾ ഞാൻ വിശ്വാസിയാണ്, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ മരണമില്ല എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. മരണമുണ്ട്, മരണം അതൊരു ദിവസം നടക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വിശ്വാസത്തെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇതിൻ്റെയൊക്കെ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞു, ഗോപൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സമാധി ഇരുന്ന ആളുടെ മേലെ ഒരു കല്ലറ ഉണ്ടാക്കി വെച്ചിട്ട് ആ കല്ലറ അസ്വാഭാവിക മരണത്തിന് കേരളത്തിൽ കേസെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണം. മനസ്സിലായി? അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് തടയാൻ കേരളത്തിൽ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ. അന്നേരം തന്നെ രാഷ്ട്രീയമായി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അതിനെ തടയാൻ ആൾക്കാർ വരിക, പൊളിക്കണം എന്നൊരു ടീം പറയുക, പൊളിക്കണ്ട എന്ന് പറയുന്നത്. ഇതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് പറ്റിയ ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അത് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ അന്ധവിശ്വാസം കൊണ്ട് മറികടക്കാൻ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ഒരു ജോൾസിനെ ഒരാൾ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ആകർഷണ യന്ത്രം ആ യന്ത്രത്തിന് എന്താ വില എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും 10,000 രൂപയാണെന്ന്. അപ്പോൾ വിളിക്കുന്ന ആൾ പറയുന്നു, എൻ്റെ കയ്യിൽ 10,000 രൂപയില്ല, 5,000 ഉള്ളൂ. എന്നാൽ ചെറുതൊരെണ്ണമുണ്ട്, 5,000 രൂപേൻ്റെ ഒരെണ്ണം ഉണ്ട്, തരട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാൾ തിരിച്ചു ചോദിക്കുന്നു, എന്നാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് വെച്ചാൽ പോരെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം പറ്റില്ല, ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഗതികേടുണ്ടോ? അത് പ്രത്യേക രാശിയിൽ, പ്രത്യേക കൂറിൽ, പ്രത്യേക ഭാഗത്ത്, പ്രത്യേക സമയത്ത്, പ്രത്യേക രീതിയിൽ ജനിച്ചവരാക്കേ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലാണ് അതും വിറ്റ് കോടിക്കണക്കിന് രൂപയുണ്ടാക്കി അത് കേരളത്തിലെ ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ലോട്ട്, 1/2 മണിക്കൂർ സ്ലോട്ടായിരുന്നു ഒരു സമയത്ത് കേരളത്തിലെ ചാനലുകൾ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിൻ്റെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പണം കിട്ടണം. 1/2 മണിക്കൂർ സ്ലോട്ട് കിട്ടിയാൽ ചിലപ്പോൾ 1.5 ലക്ഷം. ഇപ്പം നിയമപരമായിട്ട് തടഞ്ഞു. അല്ല, തടയുന്നത് വരെ കേരളത്തിലെ ചാനലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പരിധി വരെ പണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇപ്പം ഗോപൻ സ്വാമി സമാധിയായി, ഗോപൻ സ്വാമീൻ്റെ മക്കൾക്കും അവർക്കുള്ള ആൾക്കാർക്കും ഇനി അങ്ങോട്ട് ജീവിച്ചു പോകണം. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമായിട്ട് അതിനേക്കാൾ അപ്പുറം ഞാനിതിനെ കാണുന്നില്ല എന്നുള്ളതിനേക്കാളും ഏറ്റവും വലിയ നമ്മുടെ പോലീസ് സംവിധാനമൊക്കെ എത്ര ദിവസമായി അപ്പാ. കാരണം ഒരാൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ട് അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൈപ്പറ്റി അതിനൊക്കെ വിചിത്രവാദങ്ങളല്ലേ. നോട്ടീസ് കൊട്ടി അത് പൊളിക്കാൻ അനുമതി കൊടുക്കണം. അങ്ങനെയാണോ ജോളിയുടെ കല്ലറ പൊളിച്ചതും ഈ പറയുന്ന എത്രയോ സ്ഥലങ്ങളിൽ അസ്വാഭാവിക മരണമായി ബന്ധപ്പെട്ട സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് ആൾക്കാരെ പേടിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് നിയമത്തെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജോലി വിഷയവും ഇതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇതിനകത്തൊരു വിശ്വാസത്തിന്റെ എലമെന്റ് ഉണ്ട്, അവിടെയാണ് പ്രശ്നം. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗങ്ങൾ തിരിയുന്നു. ജോളി ശ്രമിച്ചിരുന്നു കേട്ടോ, ജോളി അന്ന് കത്തൊക്കെ എഴുതിയിരുന്നു, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടൊക്കെ എഴുതിയിരുന്നു. ഞാൻ പറയുന്നത് ഇദ്ദേഹം കൊലപാതകം നടത്തിയതല്ലയോ എന്നുള്ളത് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അല്ല, ഞാൻ പറയുന്നത് അതാണ്. അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. എന്ത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്? കല്ലറയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ശ്വാസം കിട്ടാതെ മരിച്ചതാണോ? അതാ ഞാൻ പറയുന്നത്, ഒരു കൊലപാതകം നടന്നു എന്നുള്ളതാണ്. അവിടെ എന്ത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്? ഞാനതൊരു വിശ്വാസം അവിടുത്തെ ഒരു പ്രശ്നം അതാണ്. അതായത് ഒരു ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ തന്നെ ഈ കല്ലറയ്ക്കകത്തായി കഴിഞ്ഞാൽ പിന്നെന്താ അവസ്ഥ? അങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പം നമ്മളിപ്പോൾ ഞാനീ പറഞ്ഞ മംഗലാപുരത്ത് കൊണ്ടുവരുന്ന സംസ്കാര ചടങ്ങ് തീരുമാനിച്ചു. അതാണ് ശാസ്ത്രീയമായി ഒരാൾ മരിച്ചു എന്ന് തെളിയിക്കാതെ ആ ആളെ ഒരു കല്ലറയിട്ട് മൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മരിച്ചിട്ടാണോ എന്നുള്ളത് തെളിയിക്കാൻ പറ്റും പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ മാത്രമല്ലേ പറ്റുള്ളൂ. അത് ആർക്കറിയാം? അതവിടെ അവിടെ വരുന്ന RDOയ്ക്ക് അറിയാം, ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം, സർക്കാരിനറിയാം, എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അവിടെ ജനങ്ങൾക്ക് ഇത് തടയാൻ വരുന്ന വക്കീലന്മാരാണ് വന്ന് തടയുന്നത്. അതായത് അവർക്കറിയില്ല എന്നിട്ടോ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഒന്ന് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പറയുന്ന സംവിധാനം നാളെ ഇപ്പോൾ ഹൈക്കോടതി പൊളിക്കണ്ട എന്ന് പറയുന്നു വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പൊളിക്കണ്ട, ഒരിക്കലും ഇല്ല. അപ്പം അതിന് ഞാൻ പറയുന്നത് 1 മണിക്കൂർ പോലും ഇതിൻ്റെ ഒരു സമയം കളയണ്ട. അത് എത്ര വലിയ, ഞാൻ പറയുന്നത് ഇതിനിങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അടുത്ത ആൾക്ക് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം വരികയല്ലേ. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു വിഷയം വരുന്നു. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന് പറയുന്ന പ്രശ്നം അവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഞാൻ മിനിഞ്ഞാന്നത്തെ കല്ലറ പൊളിക്കുന്ന ദിവസം അവിടുന്ന് തിരിച്ചു പോയ സംവിധാനത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല.
ഒരിക്കലും യോജിക്കുന്നില്ല. അതൊക്കെ സർക്കാർ സ്ട്രോങ് ആയ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. ദുരുപയോഗം ചെയ്യാൻ അവിടെ കുറച്ച് ഉണ്ടാവാം. അല്ല, അവിടെ ശരിക്കും പോലീസ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ സമാധിയായ മട്ടിൽ അവർക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമ്മുടെ സമൂഹം പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്, അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ ഹിമാലയ സാനുക്കളിലൊക്കെ സന്യാസിമാർ അവരൊക്കെ അതെ അല്ല അവിടെയൊക്കെ ആൾക്കാർ പോയി സമാധി ഇരുത്ത് തിരിച്ചു വരും. സമാധി ഇരുന്നിട്ട് പിന്നെ അവിടെ മരിച്ചു പോയി സമാധി ഭക്ഷണവും കഴിക്കാതെ കുറേ നാളിരുന്ന് ചിലപ്പോൾ മരിച്ചു പോയ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സമാധിയായി അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ പല ആൾക്കാരും ധ്യാനത്തിലിരുന്ന് തിരിച്ചു വരുന്നതിനെയാണ് സമാധി എന്നുള്ളത് എനിക്കറിയാവുന്ന. ഞാൻ പഠിച്ച സംവിധാനത്തിലൊക്കെ അതാണ് സമാധി ഇരുന്ന് തിരിച്ചു വരികയെന്ന്. ഇവിടെ എന്താണ് സമാധി ഇരുന്ന് മരിച്ചു പോയി. അപ്പം രാവിലത്തെ ഡിസ്കഷനിൽ അരുൺ സാർ ചോദിക്കുന്നുണ്ട്, അപ്പം മരിച്ചു കഴിഞ്ഞാൽ വീഴില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, പ്രഷർ കഴിക്കുന്നത്, കഞ്ഞി കുടിച്ചിട്ടാണ് പോയത്. അപ്പം ഇതെന്താണ്, അപ്പം നമ്മുടെ ശാസ്ത്രീയമായ സംവിധാനങ്ങളെ ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റുന്ന, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതിലൊരു മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ആ കുടുംബം കരുതുന്നത് എന്താ അറിയോ, മരിച്ചത് എൻ്റെ അച്ഛനല്ലേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ള അതാണ് പ്രശ്നം. പക്ഷെ പ്രശ്നം മരിച്ചത് ഈ സ്റ്റേറ്റിലെ ഒരു പൗരനാണ്, സ്റ്റേറ്റിലെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു മരണം എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു വിഷയമാണ്. അത് ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് കാര്യം? ഈ കേസിലെ വാദി സ്റ്റേറ്റ്. അതെ, ഇത് മറ്റേ കൈലാസ്വാമിയെ പോലെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്വന്തമായിട്ട് രാജ്യമൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് തന്നെ. അപ്പോൾ അതൊരു തരം ഹലൂസിനേഷൻ ആണ്. ആ ഹലൂസിനേഷനിൽ നിന്ന് അവർ പുറത്തു വരും. പക്ഷേ ഈ ഹലൂസിനേഷനുള്ള ഒരുപാട് പേര് ഏറിയും കുറഞ്ഞും ഒക്കെ നമ്മുടെ നാട്ടിലും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവില്ലെന്നേ ഉള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ട്. കാര്യം നിയമവ്യവസ്ഥയോടെ അവർ കളിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മളില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അവിടെ എത്തിയൊരു നാട്ടുകാരൻ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല ഇതുപോലെ ഇവിടെ നേരത്തെയും ഇങ്ങനെ സമാധി ഇരുന്നിട്ടുണ്ട്, സമാധി സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ചിലരിത് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നില്ല കേട്ടോ, ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടന അംഗീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ആ രീതിയിലാണ്. ഇതിൽ സത്യം തെളിയണം എന്നുള്ളതാണ്. അവരൊക്കെ ഇടപെട്ടത് SDPI അവിടെ വന്നു. SDPI വന്നപ്പോഴാണ് ഹിന്ദു ഐക്യവേദി അവിടെ വന്നത്. അങ്ങനെയാണ് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. പക്ഷെ അവിടെ ആ ലോക്കൽ സെക്രട്ടറി വളരെ കൃത്യമായി വന്ന് ഷാർപ്പായി വന്നൊരു വാചകം പറഞ്ഞു. അത് എന്തായാലും CPM-ന്റെ ആ ലോക്കൽ സെക്രട്ടറി എടുത്ത് അപ്പോഴത്തെ ആ സ്റ്റാൻഡ് കൃത്യമായി. അല്ല, മാത്രമല്ല ഇത് ഇത്തരത്തിലൊരു വിഷയത്തെ ഒന്നും ഇതൊക്കെ ഫ്രിഞ്ച് എലമെന്റ്സ് വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരത്തിലൊരു വിഷയത്തെ ഒന്നും എടുത്ത് മോശമായി പോവുക ചെയ്യുക. അങ്ങനൊരു ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വന്നിട്ട് ഇത് സമാധിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിച്ച ഹിന്ദു ഐക്യവേദി ഒരു ഇമേജ് എന്താ കേരളത്തിൽ? അതെങ്ങനെയാണ് SDPI വന്നിട്ട് ഇപ്പൊ പൊളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ, എനിക്ക് തോന്നുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ രണ്ട് വിഭാഗങ്ങളായി നിന്നുകൊണ്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ശരിയായ ഒരു കാര്യമല്ല. അത് നടക്കില്ല. അത് ആരാണെങ്കിലും വേണ്ടത് പോലീസ് അവിടെ പോലീസിംഗ് ആണ് വേണ്ടത്. അവിടെ സ്റ്റേറ്റിന്റെ നിയമമാണ് പാലിക്കപ്പെടേണ്ടത്. അവിടെ മരണം സ്ഥിരീകരിക്കുകയാണ് വേണ്ടത്. ഒരു സംശയം. പക്ഷേ അവിടെ ഒരു ഫെയിലിയർ ആയിരുന്നു. സബ് കളക്ടർ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. മാത്രമല്ല അതിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞാലും പോസ്റ്റ്മോർട്ടത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫോറൻസിക് പരിശോധനയിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് തെളിയും. മാത്രമല്ല അവിടെ സേഫായിട്ട് ബോഡി അവിടെ ഉണ്ടെങ്കിൽ. മാത്രമല്ല പോലീസ് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, കല്ലറയ്ക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് അത് എടുത്തു മാറ്റാനൊന്നും കഴിയില്ല. മൊത്തം സീൽ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നൗ എ ക്രൈം സീൻ. ഇപ്പോൾ അതൊരു സസ്പെക്റ്റഡ് ക്രൈം സീനായി മാറിക്കഴിഞ്ഞു. അതിനെ സമാധി എന്ന് പറയണം എന്നുള്ളതായിരുന്നു അവരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അങ്ങനൊരു സ്ഥലമായിട്ട്. അപ്പം എന്തായാലും അക്കാര്യത്തിൽ സത്യം തെളിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ അവർ പറയുന്ന പോലെ മരിച്ചു പോയതിന് ശേഷം അവിടെ കൊണ്ടിരുത്തിയതാവാം. പക്ഷെ അപ്പോഴുള്ള സംശയം എന്താവും നാട്ടുകാരെ അറിയിക്കാഞ്ഞത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് ബന്ധുക്കളെ വിളിച്ച് അറിയിക്കില്ലേ എന്നുള്ളതാണ്. അല്ല, അതായത് ഈ സമാധി ആകുന്നത് ആരും കണ്ടുകൂടാ. അങ്ങനെ കണ്ടാൽ സ്വർഗാരോഹണം സാധ്യത. അത് ആയി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ കല്ലറയിലേക്ക് വെക്കുന്ന കാണാൻ പാടില്ല. അതും കാണാൻ പാടില്ല. അതാണ് ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന പൂജാരി പറയുന്നത്, അദ്ദേഹത്തിന്റെ മൂത്തമാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് മൊത്തം അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പൂജകൾ ചെയ്യുക. ഇതിനകത്തുണ്ടോ എന്നുള്ള ചോദ്യം പോലും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഉണ്ണി സാർ, ഇതിനകത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്താണ്? അസ്വാഭാവിക മരണം ആണോ അല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് കറക്റ്റായിട്ട് പോലീസിങ് അവിടെ നടപ്പിലാക്കുക എന്നതിലേക്ക് ഒരു കാര്യം ചെയ്യാനില്ല. നാളത്തോടു കാര്യത്തിൽ തീരുമാനമാവും എന്ന് തോന്നുന്നു. Meet the editors.